അമ്മേ 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 വാതില് തുറക്കമ്മേ. അച്ഛനിപ്പ എത്തും. എന്നിട്ട് ചെയ്താ പോരെ? അമ്മ വാതിൽ തുറക്ക്. മതിയായി എനിക്ക് ഈ നശിച്ച SSLC ജീവിതം. എന്റെ മക്കളെ വാസുവിന്റെ മൊത്തം ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാലെന്താ? രേഷ്മ ജയിച്ചില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും പിന്നെ SSLCക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. അമ്മ അങ്ങനെ പറയരുതമ്മേ. നീ വേണ്ടി പോയത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുകൈ ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ. എന്നാലും തൂങ്ങിച്ചാവല്ലേ? പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബേർഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, യജ്ഞം നടന്നോണ്ടിരിക്കുക. ഇവളുടെ 10ാം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും തീരൂല. അച്ഛൻ നമ്മുടെ അമ്മ. കൺഗ്രാചുലേഷൻ. അതിനിടക്ക് നീ പാസ്സായല്ലോ. അമ്പിളി വേണ്ട, സംസാരിച്ച് എന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട. കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്ത് എഴുതി അറിയിക്കാൻ നമ്മൾ 2 രാജ്യത്തൊന്നല്ലോ, ഒരു വാതിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? തുറക്ക്, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കണ്ടോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നെ അമൃത വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാണ്? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അച്ഛനായിട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ. എന്നെ കൊല്ലാൻ നോക്കുന്നു. നിസ്സാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. മിണ്ടിപ്പോയത്. ഡിസ്കൗണ്ട് സെയിലിൽ 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസ്സാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. നന്നായിരിക്കണം ഭാര്യമാർ അന്തസ്സായിട്ട് ആത്മഹത്യ ചെയ്യണോ? നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അസ്ഥല 1 തരം കയറിന്റെ സരി ഉണ്ടാക്കി വെച്ചേനല്ല. എബ്രഹാം ലിങ്കൺ ഒറ്റ ഒരുത്തന എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ, പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജനത്തിന്റെ അല്ലേ മോള്? അമ്മയും കുട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാ, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഈ മുരടന് എവിടെ പോയി കിടക്കുക? വന്നു എവിടെ പോയി കിടക്കായിരുന്നടാ നീ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തിന് റമ്മെത്തിക്കാൻ വയ്യല്ലേ? എനിക്കറിയാം, പേടിയില്ലടോ. ഉറങ്ങി. അത് ഉറങ്ങട്ടു. നമുക്ക് 4 നാട്ടുവർത്താനം പറഞ്ഞിരിക്കാം. എന്തേ? വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീണ് പോയത്. വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും. പേടിയുണ്ട്. അല്ലടോ, വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. താനെന്തിന് അരക്കുപ്പി വാങ്ങിയത്? ഒരു ഫുൾ കുപ്പി വാങ്ങിച്ചൂടായിരുന്നോ? അല്ല, ഒച്ചെങ്ങനെ? വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? 3 എണ്ണം ചെന്നാ ഒച്ച മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ആരെങ്കിലും ജോലിക്ക് വെക്കോ? വാസ്തവത്തിൽ ഈ ഒറ്റ കാരണം കൊണ്ട് എന്റെ കെട്ടോന്നെ ഇട്ടു പോയത്. നാട്ടുകാരും അയൽവക്കാരൊക്കെ പറയരുന്ന് 2 പുരുഷന്മാരെ എന്റെ വീട്ടിലെന്നു. പിന്നെ നശിച്ച കള്ളൂടി അങ്ങനെ നിർത്തിക്കൂടെ? ഞങ്ങൾക്ക് അത് നടക്കൂല. കെട്ടിയനുമായിട്ടുള്ള പൊറുതി നിർത്തി കലൂടി നിലനിർത്തി ഞാൻ ആരാ മോളെ? ഇനി വേറെ കാര്യം മനസ്സിലാക്കിക്കോ. ഇനി 2 എണ്ണം കൂടി ചെന്നാല് ശബ്ദം തീരെ ഉണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണാവുള്ളൂ. അത് നല്ലതാ. പറ്റുമെങ്കിൽ പൊലച്ചക്കൻ ഒരു 4 കൊണ്ട് അടിച്ചോളി. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ എന്നാ ചെയ്യണം. എന്താണ് ഒരു ഉസാറില്ലാത്തത്?
അമ്മണിയമ്മേ ഓക്കെ അത്തായം കൊടുക്കി. അല്ല ഈ അടുക്കളയിലേക്കുള്ള വഴി ഏതാ? ഇതായിരിക്കും. കസ്തൂരി തൈലമിട്ട് മൂടി. എന്താക്കാണോ? അതെ പെയിന്റ് അടിക്കുന്നു. തലല്ലോ. അയ്യോ ഇതിട്ട് വലിച്ച് കല്യാണത്തിന്റെ അന്നും അതിന്റെ പിറ്റേന്നൊക്കെ വലിച്ചോണ്ടിരിക്കോ? ഒന്ന് ചാടി ചാടി നിക്കടോ. ഇങ്ങനെ ചാടി ചാടിന്റെ പെയിന്റ് ആരടിക്കും? നിങ്ങൾ അടിക്കോ? മര്യാദക്ക് പണിയെടുക്കുന്നവർ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാല് എത്ര കൊല്ലാന്നറിയാമോ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. കൃത്യം 5 മണിന്ന് അടിക്കുമ്പോ ചോള എണ്ണി കൊടുക്കുന്നവർക്ക് അതിന്റെ തന്നെ അറിയോ? ചിലക്കാതെ അങ്ങോട്ട് വലിച്ചടിക്കടാ. വലിച്ചടിക്കും ഞാൻ. എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യമില്ല. ആദ്യം ഇയാൾ ഇവിടുന്ന് കെട്ടിയിറക്കണം. എന്നാലേ സുൽത്താൻ വീട് നന്നാവും. 5 പൈസന്റെ ഗതിയില്ലാത്ത തവള. തന്നണ്ടല്ല. ബായിനെ പോലത്തെ ഒരാളില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ വീടിന്റെ ഗതി എന്താവും പറഞ്ഞ അയാള്. ശരിയാ, നീ അടിക്കുന്നത് പെയിന്റ് തന്നെയല്ലേ? അതെ. പോളിഷ് ഒന്നല്ലേ? അല്ല. വേഗം അടിക്കട. ആറാം പറഞ്ഞോനെ. ഇതെന്താ ബാറ് സർക്കസോ? ഇനി ഇതിന്റെ മുകളിൽ നിന്ന് കെട്ടി മറിഞ്ഞ് വിളിച്ച് അത്തിട്ട് വേണം ഇവിടുത്തെ കല്യാണം മുടങ്ങാൻ. ഇതെന്താ അത് മജിദ്ക്ക? നിങ്ങൾ ബായെടുത്ത് ബലത്ത് വെച്ച കല്യാണം മുടങ്ങണ ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. തമാശ. കുഞ്ഞാക്ക ഛർദിച്ചു ഛർദിച്ചു. ഇവിടെ നിൽക്കാണോ? ഇതേതാ ഈ ഷർട്ടും മുണ്ടും? ഷർട്ടുമുണ്ടല്ല അമ്മണിയമ്മ. ഇമ്മണി അമ്മ. ഇമ്മണി അമ്മയല്ല അമ്മണി അമ്മ. ആര് ഛർദിച്ച കാര്യം ഇത്താത്ത പറയാ? അത് മജിദ്ക്ക, ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദിച്ചു. ഇന്നലെ യാത്ര ചെയ്യാ, ഇന്ന് ഛർദിക്ക. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താപ്പത്? അത് ഇന്നലെ നിങ്ങൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നത്. ഇവിടെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിലോ? അതോ പുറത്തിറങ്ങി നിങ്ങൾ ബസ്സിൽ നിന്ന് പിടിച്ചാവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അയ്യോ പാവം. ഛർദിച്ച അവശയായി. ഛർദിച്ചത് ഇവളല്ലല്ലോ, അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? അതാ ഞാനും ചോദിക്കുന്നു. അപ്പൊ പിന്നെ ഛർദിച്ചത് ആരെ? ഛർദിച്ചത് ഇവരാണോ? അല്ല അവരാ. അതങ്ങനെ അവര് ഛർദിച്ചാൽ ഇവര് പറയാൻ അവരാദ്യം ഛർദിച്ചത്. എനിക്ക് മനസ്സിലാവണില്ലാന്ന്. ഞാൻ പറഞ്ഞുതരാം. ഈ ബായിക്ക് ഛർദിക്കാൻ വരുന്നു, അത് കണ്ടിട്ട് എനിക്കും ഛർദിക്കാൻ വരുന്നു, ഇത് കണ്ടിട്ട് തനിക്കും ഛർദിക്കാൻ വരുന്നു. ഈ ഛർദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദിക്കൽ കണ്ടാൽ നമുക്ക് ഛർദിക്കാൻ തോന്നൂലേ? ആര് ഛർദിച്ചാലും നമ്മള് സമ്മതിക്കില്ലാട്ടാ.